വിവാദമായ ADGP MR അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്ര അതിൽ ഇപ്പോൾ ഒരു കേസൊക്കെ വന്നിട്ടുണ്ട്. കേസെടുത്തിരിക്കുന്നത് ആ യാത്രയിൽ പോലീസ് ഡ്രൈവറെ പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിലാണ് ട്രാക്ടർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നിരിക്കെയാണ് കേസിലെ ഒളിച്ചുകളി വ്യക്തവുമാണ്. MR അജിത് കുമാറിനെ കുറിച്ച് FIR-ൽ യാതൊരു പരാമർശവുമില്ല. ADGP MR അജിത് കുമാറിന്റെ അധികാര ദുർവിനിയോഗം വാർത്തയായതിനു പിന്നാലെ പമ്പ പോലീസ് കഴിഞ്ഞ രാത്രിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. വിഷയം ഹൈക്കോടതിക്ക് മുന്നിൽ റിപ്പോർട്ടായി എത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാണ് FIR ഇട്ടത്. ADGP യാത്രക്കാരനായി എത്തിയ വേളയിൽ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രം ചെയ്ത പോലീസ് ഡ്രൈവർ ഇവിടെ ബലിയാടാവുകയാണ്. ഹൈക്കോടതി ഉത്തരവിൻ പ്രകാരം ചരക്ക് നീക്കത്തിന് മാത്രമായി പരിമിതപ്പെടുത്തിയ ട്രാക്ടറിൽ യാത്രക്കാരെ കയറ്റി എന്നതാണ് പോലീസ് ഡ്രൈവർക്കെതിരായ ആരോപണം. ശനിയാഴ്ച രാത്രി 9-ന് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:40-ന് മരക്കൂട്ടത്തു നിന്നും പമ്പയിലേക്കും ആളെ കൊണ്ടുപോയി എന്ന് FIR-ൽ പറയുന്നു. സന്നിധാനത്തേക്കുള്ള യാത്രയിൽ 3 പേരും മടക്കയാത്രയിൽ 2 പേരുമാണ് ഡ്രൈവർക്കൊപ്പം ഉണ്ടായിരുന്നത്. ഭാരതീയ ന്യായ സംഹിത 282, 223 എന്നീ വകുപ്പുകൾക്ക് പുറമെ മോട്ടോർ വാഹന നിയമം 66(1), 192A, 123 എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ കൂടി പരിഗണിച്ച് നടപടിയിലേക്ക് കടന്നതായാണ് FIR നൽകുന്ന സൂചന. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തുവെന്ന് FIR-ൽ സൂചിപ്പിക്കുന്നുണ്ട്. സമീപകാലത്ത് തുടർച്ചയായി വിവാദ ചുഴിയിലാണ് MR അജിത് കുമാർ. വീഴ്ചയുടെ തുടക്കം PV അൻവറിന്റെ ആരോപണ കൊടുങ്കാറ്റിൽ. പൂരം കലക്കലിൽ ADGP-ക്കെതിരായ റിപ്പോർട്ട് നടപടി ശുപാർശയ്ക്കായി മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട്. പോലീസ് ആസ്ഥാനത്ത് ഒരു കാലത്ത് എതിർവാക്കില്ലാത്ത ഉറച്ച ശബ്ദമായിരുന്നു അജിത് കുമാർ. മലയാളത്തിൽ വകതിരിവ് എന്നൊരു വാക്ക് പറയും. അത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങളാണ്. അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ട്യൂട്ടോറിയലിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പഠിപ്പിക്കുന്നതല്ല. ഓരോരുത്തരുടെയും ശൈലി സ്വഭാവം അനുസരിച്ചിരിക്കും. സംസ്ഥാന പോലീസ് മേധാവിയായി വരെ പരിഗണിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് തുടർച്ചയായി വിവാദങ്ങളിൽ പെടുന്നത്. വീണ്ടും ക്രമസമാധാന ചുമതലയിലേക്ക് MR അജിത് കുമാറിനെ പരിഗണിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഏതായാലും സംസ്ഥാന പോലീസിൽ ഇത്രയും ആരോപണക്കുരുക്കിൽ അകപ്പെട്ട മറ്റൊരു ഉദ്യോഗസ്ഥൻ നിലവിൽ സർവീസിലില്ല. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരത്തിനൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.